640 പറഞ്ഞേ? 640. അത് നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്, കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ? ഈ ലോ കിലോമീറ്റർ ചോദിച്ചില്ലേ? അതൊക്കെയുള്ള സാധനം. ലോ കിലോമീറ്ററാ? എത്ര 2020 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ 7000 ഓടിയിട്ടുള്ളൂ അല്ലേ? 2020 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് 680. 21 ഇത് എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? 50,000 കിലോമീറ്റർ. 50,000. 21 മോഡൽ 50,000 കിലോമീറ്റർ ഓടി. VX അല്ലേ ബ്രോ? 15 വണ്ടിയാണ് നിങ്ങൾക്ക്. എത്ര പറഞ്ഞത്? 5.4. 5,25,000. അതായത് സാധാരണ ഓട്ടം കുറവാണ്, പിന്നെ സിംഗിൾ ഓണർഷിപ്പ്. ഇത് നമുക്ക് എന്താ വില? 5.4 കൊടുക്കാം അല്ലേ? 14 വണ്ടി, അതും ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഇത് കിലോമീറ്റർ ജെനുവിൻ ഉറപ്പല്ലേ? ജെനുവിൻ കിലോമീറ്റർ. വിലയോ? വില 4.4, 4.20. 14 വണ്ടിക്ക് അല്ലേ? 14 വണ്ടിയിൽ ബാറ്ററി പുതിയ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 25 മൈലേജ്. കംപ്ലൈന്റും ഇല്ല, തല്ലിക്കൊന്നാ ചാവാത്തൊരു എഞ്ചിനും. 17 മോഡലാണ്. നിങ്ങൾക്ക് 3.5 ലക്ഷത്തിന് വരുന്നത്. ഓൾമോസ്റ്റ് ഫുൾ ഓണറിന് ചെയ്ത് കൊടുക്കുക അല്ലേ? നമ്മൾ ഏകദേശം ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ മോട്ടോർ വേൾഡിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് എടപ്പാളൊക്കെ കഴിഞ്ഞിട്ട് ചങ്ങരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്ട് ഇവരുടെ ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഷെബീബിന്റെ ഷോറൂമാണ് കേട്ടോ. അതായത് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ വണ്ടികളും നമ്മുടെ സാധാരണക്കാരെടുക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് ഒരു 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപയുടെ ഉള്ളിൽ, അതായത് 5 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്ന ബഡ്ജറ്റ് വരുന്ന വണ്ടികളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതായത് ഇപ്പം നിങ്ങളൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചെറിയ ബഡ്ജറ്റ് ഒരു 50,000 രൂപയൊക്കെ കയ്യിലുണ്ട്. ആ ഒരു പൈസ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബാക്കി കംപ്ലീറ്റ് പൈസ നിങ്ങൾക്ക് ലോൺ കിട്ടും. അതിന് പുറമെ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട് കേട്ടോ. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100% എന്ന് തന്നെ പറയാം. എന്നിരുന്നാൽ പോലും നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യുക. അത് നിങ്ങളുടെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ ഞെട്ടിൽ മുകളിൽ ഓടുന്ന സാധനം ആകുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ മാക്സിമം ചെക്ക് ചെയ്തിട്ടെടുക്കുക. അതിപ്പോൾ യൂസ് ചെയർ പർച്ചേസ് ചെയ്യുമ്പോൾ എവിടെ നിന്നായാലും നല്ലോണം ചെക്ക് ചെയ്യുക. പിന്നെ ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് എല്ലാം തന്നെ ഭൂരിഭാഗം വണ്ടികളും പെട്രോൾ വണ്ടികളാണ്. അതും നല്ല മോഡൽ കൂടിയ വണ്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടിയൊക്കെ കംപ്ലയിൻറ്റ്സ് വളരെ കുറവായിരിക്കും കേട്ടോ. പെട്രോൾ വണ്ടികളാണ് ഡീസൽ വണ്ടിനെ അപേക്ഷിച്ച് നോർമലി കംപ്ലയിൻറ്റ് കുറവുമാണ്. അപ്പോൾ നല്ല വണ്ടികൾ വേണ്ടവർ വീഡിയോ മിസ് ചെയ്യാണ്ട് കണ്ടോളൂ. മാക്സിമം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും. നല്ല വണ്ടികളൊക്കെ തപ്പിയടക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇതൊന്നും കാണുന്നുണ്ടാവില്ല. അപ്പോൾ അവർ വേണമെങ്കിൽ ഒന്ന് കണ്ടോട്ടെ. അപ്പോൾ എക്സാക്ട് സ്ഥലം ഞാൻ പറഞ്ഞു, നമ്മുടെ എടപ്പാളൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ചങ്ങരംകുളം എന്നാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ കുറച്ചധികം വണ്ടികളുണ്ട്, ഒരു 10-30 വണ്ടീൻ്റെ മേലെയുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഇൻറ്റീരിയർ ഒന്നും എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. വണ്ടീൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഷെബീബ് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ അയച്ചു തരും കേട്ടോ. അപ്പോൾ എന്തായാലും സമയം കളയേണ്ട, നമുക്ക് ഒരു അറ്റത്ത് നമുക്ക് തുടങ്ങാം. ഷെബീബ് ബ്രോ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി കിഡിലും കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് അല്ലേ? ക്വാളിറ്റിയാണ് മെയിൻ അല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, യൂസ് ചെയർ പർച്ചേസ് ചെയ്യുമ്പോൾ പൈസ നോക്കരുത്, വണ്ടിയുടെ ക്വാളിറ്റി നോക്കി മാത്രം എടുത്തു. അതാണ് നോക്കേണ്ടത്, മെയിൻ ആയിട്ട് നോക്കേണ്ടതോ. നമ്മൾ എടുത്തുകൊണ്ടായിട്ട് പിന്നെ ഒരു വർഷം ആവശ്യം വരരുത്. 10 രൂപ കൂടുതൽ കൊടുത്താലും നല്ല വണ്ടി എടുക്കുക, അതാണ് മെയിൻ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ കാണിക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. ആദ്യത്തെ വണ്ടിയാണ് നല്ല അടിപൊളി ഒരു i20 ഏതാ മോഡൽ? i20 2017 ആസ്റ്റർ ഡീസലാണ് വണ്ടി. ആസ്റ്റർ ഡീസലാണ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പില് 1,02,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയുള്ളത്. 1,02,000. 1.4 അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയല്ലേ? പെർഫോമൻസും മൈലേജും രണ്ടുള്ള വണ്ടിയാണ്. അതെ, 6 സ്പീഡ് ഗിയർ ബോക്സിൽ നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ള നല്ല അടിപൊളി വണ്ടി. ഈ 1,02,000 പ്രോപ്പർ സർവീസിന്റെ ഒരു വിഷയമില്ല. ശരിക്കും ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ഓടിക്കണെന്നുള്ളത് അറിയില്ല. അതിപ്പോ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു വണ്ടി അറിയില്ല. ഓക്കെ. ഇത് റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസും ഇല്ല. ഞാൻ എല്ലാ വണ്ടിക്കും ഇനി റീപ്ലേസ് ചോദിക്കുന്നില്ല, ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് പറയാം. ഓക്കെ. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 590, 5,90,000. 5.5 വരെ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. 17 മോഡൽ അല്ലേ? 17 മോഡലാണ്. ഇത് വേറെ ഒരു അപാകതയില്ലല്ലോ? പക്ക വണ്ടി, ടയർ കാര്യങ്ങളും ഉണ്ട്, ഇൻഷുറൻസും. സുഖമായിട്ടൊരു 5 ലക്ഷം രൂപ ലോണും കയറും. 5.5 കയറും അല്ലേ? ഓക്കെ. നമ്മള് 2015 ആസ്റ്റക്ക് 480 സംതിങ് ആയി കൊടുത്തു. അത്ര 5 ചെയ്ത് കൊടുത്തു. ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ പറയാം. ഒരു 5.5 എന്തായാലും കയറും. പിന്നെ ഡിപ്പെൻസ് കസ്റ്റമർ പ്രൊഫൈൽ വേരിയേഷൻ വരും. ഓക്കെ. അപ്പോൾ നമുക്ക് വേഗം പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കോളൂ, ഡീസൽ വണ്ടി വേണമെങ്കിൽ. അതേപോലെ തന്നെ നല്ല അടിപൊളി പ്രസ് ഉണ്ടല്ലോ. 2017 VDI 17 VDI നല്ല വൃത്തിയുള്ള വണ്ടിയാ അല്ലേ? രണ്ടാമത്തെ ഓണർഷിപ്പിലാണുള്ളത്. 84,000 കിലോമീറ്റർ ആണ് ഓടിയത്. 84. അതൊക്കെ ജെനുവിൻ ആയിരിക്കുമല്ലോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. പിന്നെ ഇതിന്റെ ഒന്നും ഹിസ്റ്ററിക്ക് ഒരു പ്രശ്നം ഇല്ലല്ലോ? ഇല്ല, അപാകതകളൊന്നുമില്ല. നല്ല വണ്ടി. ഇതും പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയല്ലേ? 20 above മൈലേജ്. അതെ, നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. റീപ്ലേസ് ഇല്ലല്ലോ? ഒരു റീപ്ലേസും ഇല്ല. ഓക്കെ. എന്താ നമുക്ക് പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 690. ഇത് മോഡൽ ഏതായിരുന്നു പറഞ്ഞേ? 17 മോഡൽ, 17 VDI അല്ലേ? 690 കൊടുക്കാം അല്ലേ? ബെസ്റ്റ് പ്രൈസ് തന്നെയാ അല്ലേ? നല്ല പ്രൈസ്. ശരിക്കും സ്വിഫ്റ്റിന്റെ വില ഒക്കെ ആവുന്നുള്ളൂ അല്ലേ? ആ റേഞ്ചിലേക്ക് എത്തുന്നുള്ളൂ. ഒരു 18 സ്വിഫ്റ്റ് ആണെങ്കിൽ പോലും നമ്മളൊരു 6 ഇയറിലേക്ക് കാണണ്ടേ? അതെ. അതായത് 2017 വണ്ടി, അതും VDI ആണ്. 80 സംതിങ് ഓടിയിട്ടുള്ളൂ. നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ, ചെക്ക് ചെയ്തോളൂ കേട്ടോ.
പിന്നെ സെലേറിയോ ആകുമ്പോഴോ? സെലേറിയോ 2016 ഓട്ടോമാറ്റിക് ZXi ഓട്ടോമാറ്റിക്. ZXi ഓട്ടോമാറ്റിക്, അന്നത്തെ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. പിന്നെ 4 ഡോർ വിൻഡോയും സെൻട്രൽ ലോക്ക് സാധനങ്ങളൊക്കെ കമ്പനി വരുന്നതാണ്. AMT അല്ലേ? AMT ഗിയർ ബോക്സ്. ഇത് കിലോമീറ്ററോ? രണ്ടാമത്തെ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ആണ്. 80 ജെനുവിൻ ആയിരിക്കുമല്ലോ അല്ലേ? കിലോമീറ്റർ. ഓക്കെ, റീപ്ലേസ് ഒന്നുമില്ല, റീപ്ലേസ് ഇല്ല, അപകടങ്ങളൊന്നും. എന്താ വില? വില നമുക്ക് 4,400. നെഗോഷ്യബിൾ ആവൂലേ പ്രൈസ്? നെഗോഷ്യബിൾ ആണ്. നമ്മൾ ഈ പറയുന്ന പ്രൈസിലൊക്കെ ചെറിയ രീതിക്കെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം അല്ലേ? ഓക്കെ, മാക്സിമം കുറച്ചിട്ട് കൊടുത്താൽ മതി. ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള ഒരു സെലേറിയോ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ സിയാസിന്റെ ന്യൂ ഷേപ്പ് ആണല്ലോ. ന്യൂ ഷേപ്പ് 2019 1.5 ആണ്. 6 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. ഓ, ഇത് ഡീസലോ പെട്രോളോ? ഡീസൽ ഹൈബ്രിഡ്. അടിപൊളി. ഡീസൽ ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് അല്ലേ? 20+ കൺഫേം അല്ലേ? കൺഫേം ആ. ഇത് എന്താ 20+, ഇത് പെർഫോമൻസ് ഉണ്ടാവും. 1.3 വന്നിരുന്ന പോലല്ല, 1.5. 6 സ്പീഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പവർ ഉണ്ടാവും, പെർഫോമൻസ് ഉണ്ടാവും. അതെ. പിന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ടാവും. എന്തെങ്കിലും അപാകത ഉണ്ടോ? അപകടങ്ങളും ഡിക്കി റീപ്ലേസ് ഉണ്ട്. ഡിക്കിന്റെ ഗ്ലാസ് ഇല്ല, ഡിക്കിന്റെ ഡോർ റീപ്ലേസ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് ഒറിജിനൽ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? ഹിസ്റ്ററിയിലുണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം. ഇതിപ്പോ പിന്നെ മോഡൽ ഏതായിരുന്നു പറഞ്ഞേ? ഇത് 2019 മോഡലാണ്. 19, അതായത് മാരുതിയിലെ ഡീസൽ വണ്ടിയിലെ ലാസ്റ്റ് വേർഷൻ ആണ്. അടിപൊളി. കിലോമീറ്റർ എത്ര പറഞ്ഞേ? ഇത് 1.20 ഓടിയുണ്ട്. 1.20 ഓടി. കാരണം ഇപ്പൊ 19 അപേക്ഷ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. 19 കമ്പയർ ചെയ്യുമ്പോൾ ഓട്ടുണ്ട്, പക്ഷെ ഇത് മൈലേജ് ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് മീൻ വാങ്ങാൻ പീരിയോഡിക് സർവീസും ഉണ്ട്. അതെ, കറക്റ്റ് പീരിയോഡിക് സർവീസ് ഉണ്ട്. പക്ക സർവീസ് ആണ്. സർവീസ് ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് വിലയോ? ഇത് നമുക്ക് 7.80 ആണ് ആസ്കിങ്. 7.80. അത് നെഗോഷ്യബിൾ ആവുമോ? എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും. ഓക്കെ, 7,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഹൈബ്രിഡ് വണ്ടി എടുക്കാം. നിങ്ങൾക്ക് സുഖമായിട്ട് 7.5 ലക്ഷം രൂപേന്റെ മേലെയൊക്കെ ലോൺ കയറും. പ്രൊഫൈൽ പക്കയാണെങ്കിൽ കോൺടാക്ട് ചെയ്തോ. നല്ല അടിപൊളി വൃത്തിയുള്ള വണ്ടികൾ വേണമെങ്കിൽ ബ്രോ നമുക്ക് എന്തായാലും വളരെ വില കുറച്ച് ഫുൾ ലോണൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ വണ്ടി അല്ലേ? ഇത് ചെറുത് ഓട്ടോമാറ്റിക് ആണ്. 2018 റെഡിഗോ ഓട്ടോമാറ്റിക് ആണ്. 18 മോഡലാണ്, റെഡിഗോ ഓട്ടോമാറ്റിക് ആണ്. നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി, നല്ല നീറ്റാ. ഇതിപ്പോ ഒരു ബിഗിനറിനൊക്കെ സംബന്ധിച്ചിട്ട് ബെസ്റ്റ് പ്രൈസും ആണ്. അതെ, ഓരോ ഓട്ടോമാറ്റിക് ആറവും ചെയ്ത്. അതായത് ഞാൻ പറയുമ്പോൾ സ്ത്രീകൾക്ക് ബെസ്റ്റ് സാധനം അല്ലേ? ചെറിയ വണ്ടിയാണ്, എവിടെ വേണമെങ്കിൽ എല്ലാം കൊണ്ട് ഉപകാരം. ഇത് കിലോമീറ്ററോ? ഇത് 60,000 കിലോമീറ്റർ. 60 ഓടിയിട്ടുള്ളൂ അല്ലേ? വലിയ ഓട്ടം പറയാനില്ല. പിന്നെ സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. അപ്പൊ അതുകളെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മോശമില്ലാത്ത മൈലേജും കിട്ടും. കുഴപ്പമില്ലാത്ത മൈലേജ്. അതെ, ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് 275 ആണ്. 2.75 കൊടുക്കാം അല്ലേ? വൃത്തിയുള്ള വണ്ടി. 18 മോഡൽ ഉണ്ട്. അതെ, മോഡൽ കൂടി എനിക്ക് തോന്നുന്നു ഫുൾ ഓൺ സുഖമായിട്ട് കയറില്ലേ? 2.5 മേലെ എന്തായാലും കയറും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു നെഗോസിയേഷൻ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ചെയ്തും കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 275 നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാം. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഒരു കിഡ് ഉണ്ടല്ലോ, ഇതാണെങ്കിലോ? കിഡ് ഇതും 2018 ഓട്ടോമാറ്റിക് തന്നെയാണ്. 18 ആണല്ലേ? 18 ഓട്ടോമാറ്റിക് ആണ്. 18 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇതും AMT ആണ്. ഇത് ഫുൾ ഓപ്ഷനാ? ഇത് ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. ഇതില് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ, അങ്ങനെ അത്യാവശ്യം പ്രൊജക്ടർ, മറ്റേ ഫോഗ് ലാമ്പ് ഒക്കെ പ്രൊജക്ടറിൽ ചെയ്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ? നല്ല നീറ്റ് വണ്ടിയാ. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടോ? ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് വണ്ടി. അതെ, ഓരോന്നോരോന്നും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇത് റീപ്ലേസ് ഇല്ലല്ലോ? ഒരു റീപ്ലേസ് ഇല്ല. പക്ക വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത്. 42,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വിലയോ? വില 360. 360. 2018 വണ്ടി. 18 ഫുള്ള് ലോൺ കൊടുക്കാം നമുക്ക്. അത് ഉറപ്പായിട്ട് കിട്ടും അല്ലേ? നമ്മള് 17 ക്ലൈംബറിന് 340 ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? ക്ലൈംബർ ഇത് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ മാർക്കറ്റിൽ അല്ലേ? ഓക്കെ, അപ്പൊ 3,60,000 രൂപയ്ക്ക് 2018 ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? അടുത്തത് എല്ലാവരുടെയും ഇഷ്ടവാഹനം സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഏതാ മോഡല്? സ്വിഫ്റ്റ് 2017. അതായത് ഇതില് ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി പെട്രോൾ VXi ആണ്. പെട്രോൾ VXi ആണല്ലേ? ആ ഹെഡ്ലൈറ്റിൽ ഒരു കൂളിംഗ് അടിച്ചാണ്. അതെ അതെ അതെ. പിന്നെ ഇത് കിലോമീറ്ററോ? സിംഗിൾ ഓണർഷിപ്പിലുള്ള 90,000 ഓടിയുള്ളത്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? ഇതില് ബാക്ക് ലെഫ്റ്റ് ഡോർ റീപ്ലേസ് ഉണ്ട്. ഡോറിന്റെ ഗ്ലാസ് റീപ്ലേസ് ഇല്ല. ഡോർ മാത്രം. അത് മാത്രം. ഓക്കെ, അപ്പോ മേജർ ഇടിയൊന്നും അല്ല. മേജർ അല്ല, ഡോർ മാത്രം. ഗ്ലാസ് ഒന്നും പൊട്ടിയിട്ടില്ല, ഡോർ മാത്രം റീപ്ലേസ്. ഷോറൂമിൽ ഹിസ്റ്ററിയിലുണ്ട്. അതായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് മേജർ അല്ല, എന്തെങ്കിലും ഒരഞ്ഞതൊക്കെ ആയിരിക്കും. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടാകുമ്പോൾ മാറുന്നതാണ്. വേറൊരു അപാകതയില്ലല്ലോ? വേറൊരു അപാകതയില്ല. എന്താ വില? 90,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. വിലയോ? വില 490. 490. ഓക്കെ, 5 ലക്ഷം രൂപയുടെ ഉള്ളിൽ കൊടുക്കുക. അപ്പൊ 17 വണ്ടി അല്ലേ? അതിലും കുറയില്ലേ? പെട്രോൾ 90,000 ഓടിയത്. അതിലും കുറയില്ലേ? നമുക്ക് മാറ്റം വരുത്താം. ഇൻഷുറൻസ് കൊടുക്കാം കസ്റ്റമർക്ക്. മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കണം. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൊടുക്കണം. അതുണ്ട്, പ്രത്യേകം ചെയ്ത് കൊടുക്കും. വീഡിയോ കണ്ട് വരുന്നവർ അത് പറയും. അപ്പൊ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സംഭവം കൊടുത്താൽ മതി. 490 17 വണ്ടി എടുക്കാം. അതുപോലെ തന്നെ ന്യൂ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഫുൾ ടാങ്ക് കൊടുത്താലോ? ഫുൾ ടാങ്കോ? അത് പൊളിക്കും.
കൊടുക്കുവോ? അങ്ങനെ കൊടുക്കാം. എന്നാൽ എല്ലാവർക്കും ഒരു ഫുൾ ടാങ്ക് അടിച്ചു കൊടുത്തത്. സ്പെഷ്യലാ. വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ പറയണം കേട്ടോ. വീഡിയോ കണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇതാ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും. ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ? സ്വിഫ്റ്റ് 2019-20 രജിസ്ട്രേഷൻ വണ്ടി. 19 മോഡൽ 20 രജിസ്ട്രേഷൻ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ. നീറ്റ് വണ്ടിയാ. ഇത് റെഡ് അല്ല കേട്ടോ ശരിക്കും കളർ, ഇതൊരു കോപ്പർ കളറാണ്. പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, വണ്ടി നല്ല ക്ലീൻ ആണ്. പിന്നെ ഇവിടെ കിടക്കുന്ന ഒരുവിധം എല്ലാ വണ്ടിയും ടയർ ഏകദേശം ഒരു 60-70% മുകളിൽ ഉണ്ടാവും അല്ലേ? ഇത് 2019-20 രജിസ്ട്രേഷൻ ഉണ്ട്. 23-ാം മാസം രജിസ്ട്രേഷൻ വന്നുള്ളൂ. അതെ അല്ലേ? രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള 74,000 കിലോമീറ്റർ ഓടി. 74 ഓടി. അപ്പൊ 20 അപേക്ഷിച്ച് നോർമൽ LXi ആണ്. അതില് 4 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ ലോക്ക് ഫ്ലിപ്പ് കീ ഒക്കെ ആക്കിയിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഒട്ടുമിക്ക പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ VXi ആണെന്ന് വേണേ പറയാം. ഒരു സെമി VXi ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 5,400 കൊടുക്കാം. 5,25,000 കൊടുക്കാം. 5,25,000 രൂപയ്ക്ക് 20 മോഡൽ വണ്ടി LXi ആണ് VXiയിലേക്ക് കൺവേർട്ട് ചെയ്തത്. ആലോചിക്കണം, 5,25,000 രൂപ വിലയുള്ളൂ അല്ലേ? അതിലും നെഗോഷ്യബിൾ അല്ലേ? മാറ്റം വരുത്തി കൊടുക്കാം. എനിക്കൊന്ന് ഫുൾ ഓൺ തന്നെ കയറില്ലേ? ഫുൾ ഓൺ കയറും. 5 എന്തായാലും കയറും. പിന്നെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് വേരിയേഷൻ ചെയ്ത് കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ ഈ റെഡ് ആണെങ്കിലോ? ഈ റെഡ് 2020 VXi വണ്ടിയാണ്. 2020 VXi ആണ്. അതൊരു വല്ലാത്ത എന്താ പറയാ റെഡ് അല്ലേ? എന്താ കളർ എന്നറിയോ? സംഭവം ഇതൊക്കെ പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നേ അല്ലേ? അത് ക്ലീൻ ചെയ്ത് വെക്കണോ? നല്ല ക്ലീൻ ആയിട്ടൊരു മുത്ത് പോലെ ഉണ്ട്, ഒരു പോറൽ പോലും ഇല്ല. പിന്നെ ഇത് കിലോമീറ്ററോ? ഇത് 70,000 കിലോമീറ്റർ തന്നെ സിംഗിൾ ഓണർ ഉള്ളത്. 20 മോഡൽ 70 ഓടി ഉണ്ട് അല്ലേ? 70 ഓടില്ല. ഈ 70 എന്നൊന്നും പറയുന്ന ഒരു പ്രശ്നമേ ഉള്ള കിലോമീറ്റർ അല്ലല്ലോ അല്ലേ? അല്ല, ഇതൊന്നും അറിയില്ല ശരിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്ത സൗണ്ട് തന്നെ കേൾക്കൂല. അതെ, പെട്രോൾ വണ്ടി കൂടി അല്ലേ? അതെ. വേറെ കേസിൽ പറഞ്ഞുതരാം, ഇതൊക്കെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന പെട്രോൾ വണ്ടി ആവുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഓടുന്നത് അല്ലേ? അതെ, അതുകൊണ്ടാണ് ഓടുന്നത്. പിന്നെ മെയിൻ്റെനൻസും കുറവാണ് ശരിക്കും പറഞ്ഞ. ഒരു ബുള്ളറ്റിന്റെ മെയിൻ്റെനൻസ് ഒക്കെ അത്രേ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ പാർട്സ് ഒക്കെ ചീപ്പല്ലേ? ഇതിപ്പോ നമുക്ക് 20 വണ്ടി VXi എന്താ വില? 20 VXi നമുക്ക് 6 ലക്ഷത്തിന് കൊടുക്കാം. 6 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ 6 ലക്ഷം രൂപയ്ക്ക് தான் നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം. 2020 VXi വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്, നല്ല വൃത്തിയുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണേൽ കോൺടാക്ട് ചെയ്തോ. ഷെബി ബ്രോ, ഞാൻ എന്തായാലും ഇന്റീരിയർ ഒന്നും കാണിച്ചിട്ടില്ല, ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. ഫുൾ ഡീറ്റെയിൽ നമുക്ക് വീഡിയോ ആണെങ്കിൽ നമുക്ക് ലൈവ് വീഡിയോ കൊടുക്കാം. ഈ ഫോട്ടോസ് ആയിട്ട് അങ്ങനെ കൊടുക്കാം. എങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. നല്ല വണ്ടി വേണമെങ്കിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിൽ എല്ലാവരുടെയും ഇഷ്ടവാഹനം അല്ലേ? പോളോ. റെഡ് പോളോ. അതായത് ഒരു വണ്ടി എടുക്കാനൊക്കെ യുവാക്കളാണെങ്കിലും സ്ത്രീകളൊക്കെ ആണെങ്കിലും പ്രിഫർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നോക്കുന്ന ഒരു സാധനം ഇതായിരിക്കും അല്ലേ? അതും ഈ ഒരു കളറും. ഇത് ഡീസലാ? ഡീസലാണ്. 1.5 ആണല്ലേ? 1.5 ആണ്. ഹൈലൈൻ ഡീസലാ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നല്ല അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പോളിഷ് ചെയ്തിട്ടുണ്ടല്ലോ. റെയിൻ സെൻസിംഗ് വൈപ്പർ വരും. അതുപോലെ ക്രൂയിസ് കൺട്രോൾ വരും. അതൊക്കെ ഉണ്ട് അല്ലേ? ക്രൂയിസ് കൺട്രോളും ഉണ്ട്. മോഡൽ ഏതാ? 17 ആണ്. എനിക്ക് തോന്നുന്നു ഈ ഡീസൽ വണ്ടികളിലെ ലാസ്റ്റ് വണ്ടികളിലൊന്നും ആയിരിക്കും അല്ലേ? ഡീസല് 17, 19 വരെ ഇറങ്ങിയിട്ടുണ്ട്. അതെ. പിന്നെ ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ 70 സംതിങ് ഓടിച്ചു. അത്ര ഓടിയുള്ളൂ. ജെനുവിൻ സിംഗിൾ ഓണർ, ജെനുവിൻ സർവീസ് ഉണ്ട്. ഷോറൂം സർവീസ് ഉണ്ട്. അതായത് ഇങ്ങനെ എന്താ പറയാ, ഈ സാധനം കിടന്ന് ഇങ്ങനെ പൊളപ്പൊളപ്പൊളാന്ന് തിളങ്ങുകയാണല്ലേ? അത് ഈ വീഡിയോയിൽ കാണുമ്പോൾ സ്റ്റോക്ക് കയറിയിട്ടുള്ള വണ്ടി. അതെ അല്ലേ? ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നതും. ഇത് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇതിന്റെ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഇടിയാണോ? ക്രാക്ക് ആണ്. ഗ്ലാസ് നമ്മളതിലുണ്ട്. നമ്മൾ തന്നെ മാറിയില്ല. നിങ്ങൾ തന്നെ മാറിയതാ? ഇവിടെ നമുക്ക് കസ്റ്റമർക്ക് ഇതിന്റെ ഒറിജിനൽ ഗ്ലാസ് കാണിച്ചു കൊടുത്തിട്ട് വണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ക്രാക്ക് വന്നപ്പോൾ മാറിയത്, ഇടിയല്ല അല്ലേ? നമ്മൾ തന്നെ മാറിയില്ല. കസ്റ്റമർ നമുക്ക് കൊടുക്കുമ്പോൾ വൃത്തിയായിക്കോട്ടെ എന്നുള്ള ലെവലിൽ മാറി വെച്ചാണ്. പിന്നെ ഗ്ലാസ് ഇവിടെ ഉണ്ട്. പോളോ ആണ്, ഡീസലാണ്, അപാകത ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒരു അപാകത ഇല്ല. പക്ക വണ്ടി. എന്താ വില 17 വണ്ടി? ഇത് നമുക്ക് 640. 640. 2017 മോഡൽ പോളോ 1.5 TDI ഡീസൽ വണ്ടി. അത്യാവശ്യം മൈലേജ് ഒരു 18-20 കിലോ കിട്ടുന്ന വണ്ടി. കാല് കൊടുത്താൽ പറക്കുകയും ചെയ്യും. അതും ഫുൾ ഓപ്ഷൻ. 640. പിന്നെ ഹൈലൈൻ പ്ലസ് വരെ ഉണ്ട്. ഹൈലൈനിൽ അത്യാവശ്യം സ്പെക് ഉണ്ടാവും. വലിയ വ്യത്യാസം വീലിന്റെ സൈസിലും അതുപോലെ ഉള്ളിലത്തെ കളറിലൊക്കെ ചെറിയ വ്യത്യാസം. 640 അല്ലേ പറഞ്ഞേ? 640. അത് നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ? ഫുൾ ടാങ്ക് കൊടുക്കാം. പിന്നെ അത് പറയേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതായത് വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് പറയുന്നത് മാത്രം കൊടുത്താൽ കേട്ടോ, അല്ലാത്തവർക്ക് ആർക്കും കൊടുക്കണ്ട. ഓക്കെ, അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വെർണ കിടപ്പുണ്ടല്ലോ. വെർണ ഏതാ മോഡൽ? വെർണ 2018 SX ആണ് വണ്ടി. പെട്രോൾ, SX പെട്രോൾ ആണല്ലേ? ആ പെട്രോൾ എന്നുള്ള കാര്യമാണ് ഒരു മടുപ്പ് അല്ലേ? പക്ഷേ ഈ ഓട്ടം കുറവുള്ളവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതായത് കാലാകാലം അവിടെ കിടന്നോളൂ, കംപ്ലൈന്റ് ഉണ്ടാവില്ല. മെയിൻ്റെനൻസ് കമ്പാരിറ്റീവ്ലി കുറവല്ലേ? അതെ, ഓട്ടം കുറവുള്ളവർക്കൊക്കെ ബെസ്റ്റ് ആണ്. ഒരു വീട്ടിലേക്കൊക്കെ വാങ്ങിച്ചിടാൻ അടിപൊളി വണ്ടി അല്ലേ? ക്ലാസ് സാധനമാണ്. അതെ. ഇത് മാനുവൽ തന്നെയല്ലേ?
മാനുവൽ പെട്രോൾ മാനുവൽ. മോഡൽ ഏതാ പറഞ്ഞേ? 2018. 18. ഇത് നിങ്ങൾക്ക് ഒരു 12 കിലോമീറ്റർ മൈലേജ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അല്ലേ? ഒരു 12 to 15 ഉള്ളിൽ ഇങ്ങനെ. അത് ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുന്നതൊക്കെ പോയാലൊക്കെ 15 കിട്ടുള്ളൂ. ഉള്ള പോലെ പറയണത്. 12 സ്റ്റാർട്ടിങ് 12 വയസ്സ്. ഒരു 10, 12, 14 അതുവരെ മാക്സിമം പ്രതീക്ഷയായി. പിന്നെ വണ്ടീനെ ഇത് 1.6 അല്ലേ വരിക? 1.6 വരിക. പവർ ഒരു രക്ഷ ഉണ്ടാവില്ല അല്ലേ? പെട്രോൾ 6 സ്പീഡാണ്. പെട്രോൾ 6 സ്പീഡാണ്. അതെ അതെ. സാധാരണ നമുക്ക് ഡീസലാണ് 6 സ്പീഡ് കൂടുതൽ കണ്ടുവരും. ഇത് എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒരപാകത ഇല്ല, ഒന്നുമില്ല. ഒന്നും റീപ്ലേസ് വരാത്ത മോഡൽ അല്ലേ? സൺറൂഫ് ഇല്ലാത്ത മോഡൽ. SX ആണ്. പക്ഷെ വണ്ടി നല്ല കിടിലൻ വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ വരും. സ്ക്രീന്, സെൻസർ, ഓട്ടോ ഹെഡ് ലാമ്പ്, DRL, എല്ലാ സ്പെക്കും. SX ആണ്, ഓപ്ഷനിൽ ഇല്ലാന്നേ ഉള്ളൂ. ഓപ്ഷനിലില്ല. അതായത് 6 എയർ ബാഗ് വരില്ല, 2 എയർ ബാഗ് വരുള്ളൂ. അതെ അതെ. ഓക്കെ, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 680. 680. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞേ? ഇത് 70,000 കിലോമീറ്റർ. 70,000 ഓടി. 70,000. ഓക്കെ, 17 അല്ലേ? 18 മോഡലാണ്. അപ്പൊ മോശമില്ലാണ്ട് ഓടിയിട്ടുണ്ടല്ലേ? കിലോമീറ്റർ കുഴപ്പമില്ലാത്ത കിലോമീറ്റർ ഉണ്ട്. ലൈക്ക് ഒരു വർഷം ഒരു 10,000 കിലോമീറ്റർ എന്നുള്ള കണക്കിന് ഓടിയിട്ടുണ്ട്. അത് ഒട്ടും കൂടുതലാന്ന് പറയാൻ പറ്റൂല. ഒരു ആവറേജ് ഓട്ടാണ്. അതെ. അപ്പൊ എന്തായാലും 680 അല്ലേ? 680 നെഗോഷ്യബിൾ ആണ്. മാറ്റം വരുത്താം. ഫുൾ ടാങ്ക് എണ്ണയും കൊടുക്കാം. അത് വീഡിയോ കണ്ടു എന്ന് പറയണം കേട്ടോ, ഇനി ഞാൻ പറയില്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടി വേണമെങ്കിൽ നോക്കിക്കോളൂ. അതുപോലെ തന്നെ കേട്ടന്റെ ന്യൂ ഷേപ്പ് ഉണ്ട്. ഇതേതാ മോഡൽ? ഓട്ടോമാറ്റിക് ആണ്. 2016. 16 ഓട്ടോമാറ്റിക് അല്ലേ? കേട്ടൻ ഇതിന്റെ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടല്ലേ? നീറ്റ് വണ്ടിയാ. 16 40,000 ഓടിയിട്ടുള്ളൂ. 40 ഓടിയിട്ടുള്ളൂ. ഓക്കെ, 16 40 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ പറ്റിയൊരു സാധനം അല്ലേ? ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. മാത്രമല്ല ചെറിയ വണ്ടിയാണ്, എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ ആണ്. എന്താ വില? 360. 360 2016 ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ. അപ്പോൾ ഇതിന്റെ പുറകിലായിട്ട് ഇതാ വേറൊരു സ്വിഫ്റ്റ് കിടപ്പുണ്ട്. ഒരു നീല കളർ സ്വിഫ്റ്റ്, നല്ല വൃത്തി ഉണ്ടല്ലോ. ഇതേതാ മോഡൽ? 2021 LXi. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് ഒരുവിധം എല്ലാ വണ്ടിയും നല്ല പോളിഷ് ചെയ്ത് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ഇതിപ്പോ ഈ ടച്ചപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് പോളിഷ് ചെയ്യുന്ന? ഫുൾ ക്ലീൻ ആക്കി നമ്മൾ പോളിഷ് ചെയ്ത് ഇവിടെ ഡെയിലി വാഷ് ചെയ്തിരുന്ന വണ്ടികളാണ്. അതെ അല്ലേ? നമ്മള് ഡെയിലി മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത്, അതുകൊണ്ടാണ് ഈ ഒരു വൃത്തിയുള്ളത്. പൊടി അടിച്ച് കിടക്കാൻ സമ്മതിക്കൂല. അതെ അതെ. ഓക്കെ, നീറ്റാക്കി ഇടണല്ലോ. അതെ, അത് വേണം, തീർച്ചയായും വേണം. അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു നീല കളർ സ്വിഫ്റ്റ്. ഏതാ മോഡല്? ഇത് 2021 മോഡൽ. 21 അല്ലേ? 21 ഇത് എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? 50,000 കിലോമീറ്റർ. 50,000. 21 മോഡൽ 50,000 കിലോമീറ്റർ ഓടി. VXi അല്ലേ ബ്രോ? LXi ആണ് വണ്ടി. LXi അല്ലേ? LXi എന്ന് പറയുമ്പോൾ പവർ വിൻഡോസ് ഒന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല. പവർ വിൻഡോ 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ബാക്കിലില്ല. ഒരു 10-12,000 രൂപ കൊടുത്ത 2 കൂടി പുറകിലും ചെയ്യാം അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ കിലോമീറ്റർ 50 അല്ലേ? 50,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. ഹിസ്റ്ററി ഉണ്ട്. കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 21 വണ്ടി എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 5.75 കൊടുക്കാം. 5,75,000. അത് നെഗോഷ്യബിൾ ആവൂലേ? നെഗോഷ്യബിൾ ആണ്. ഒരു 5.5 വരെ ലോണും കയറും. 5.5 മേലെ കയറും. 21 അല്ലേ? ബേസിക് നമുക്ക് ഒരു 5.5 പറയാം. അതെന്തായാലും കിട്ടും. പ്രൊഫൈൽ അനുസരിച്ച് കൊടുക്കാം അല്ലേ? പിന്നെ ഡിപ്പെൻസ് പ്രൊഫൈലാണ്. ഒരു 25,000 ഇല്ലാണ്ട് എങ്ങനെ ഒരു വണ്ടി കൊടുത്തു വിടുക അല്ലേ? അതാണ്. അപ്പോൾ 25 രൂപ കൊണ്ട് പോലെ ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. 5.75 നിങ്ങൾക്ക് 21 വണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ജാസ് ആണെങ്കിലോ? ജാസ് 15 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. S ഓപ്ഷൻ ആണ്. S ആണ്, അതായത് മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ? അതായത് നമ്മുടെ 4 ഡോർ പവർ വിൻഡോ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ മാരുതിയിൽ VXi എന്ന് പറയുന്ന പോലെ സെയിം സാധനമാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. ആണല്ലോ. ഓ, CVT അല്ലേ? അതായത് ഇത് സംഭവം അടിപൊളിയാണ് വണ്ടി ഓടിക്കാൻ അല്ലേ? പെർഫോമൻസ് നല്ല സുഖമായിട്ട് കൊണ്ടുനടക്കാം. അതായത് ഗിയർ ലാഗ് ഒന്നും ഇല്ലാണ്ട് കാറ്റത്തുനിന്നും ബാക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ഇറക്കത്തുനിന്ന് ഫ്രണ്ട് ഇറങ്ങണം. ഓട്ടോ ഹോൾഡ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓട്ടോ ഹോൾഡ് ഒക്കെ ഉണ്ടാവും. പാർക്കിംഗ് ഗിയർ വരുന്നതാണ്. അതെ. അഭാഗത്ത് എന്തെങ്കിലും തട്ടുമുട്ട്? ഒരഭാഗത്ത് റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ പറഞ്ഞേ? കിലോമീറ്റർ 62,000 കിലോമീറ്റർ. 62,000. ഹിസ്റ്ററി കൊടുക്കാം. ഹിസ്റ്ററി കൊടുക്കാം അല്ലേ? നമുക്ക് ഇവിടെ എല്ലാ വണ്ടിയുടെ ഹിസ്റ്ററി കസ്റ്റമർക്ക് കൊടുക്കും. അടിപൊളി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 5.25. 5,25,000. അത് നെഗോഷ്യബിൾ ആവൂലേ ബ്രോ? എന്തെങ്കിലും മാറ്റം വരുത്തി സെറ്റ് ആക്കാം. അതായത് ആലോചിക്കണം 16 അല്ലേ പറഞ്ഞേ? 15 15 വണ്ടിയാണ് നിങ്ങൾക്ക്. എത്ര പറഞ്ഞേ? 5.25. 5,25,000. അതായത് സാധാരണ ഓട്ടം കുറവാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതായത് ആലോചിക്കേണ്ട കേസ് ഇത്രേ ഉള്ളത്. CVT ഓട്ടോമാറ്റിക് ഒരു സ്വിഫ്റ്റിന്റെ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? 5.25 എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റ് തന്നെ റയർ ആയിരിക്കും. കിട്ടൂല. അതാ പറഞ്ഞത്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. നല്ല അടിപൊളി ഒരു ക്വാളിറ്റി ഉള്ള വണ്ടി. അതുപോലെ തന്നെ ഇവിടെ പുറകിലായിട്ട് വേറെ കുറച്ച് വണ്ടികളുണ്ട്. ഇത് ഏതാ വണ്ടി? ഇതൊരു വെർണ വെർണ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. അതായത് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം നോക്കിയോ, കിഡിലൻ സാധനം കേട്ടോ. ഡീസൽ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. നല്ല പെർഫോമൻസ് ഗിയർ ബോക്സ് ആണ്. പിന്നെ ഓട്ടോമാറ്റിക് ആണ്. എനിക്ക് തോന്നുന്നു പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ അല്ലല്ലോ? ടോപ്പ് എൻഡ് ആണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷനിലാണ്. അതാണ് 6 എയർ ബാഗ്, പ്രൊജക്ടർ, DRL, ഓട്ടോ ഹെഡ് ലാമ്പ്, ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് വരും. അതെ.
ടയർ ഭാഗങ്ങളും എല്ലാം പക്കയുണ്ടോ? ഇന്റീരിയറും വേറെ ലെവൽ ഇന്റീരിയർ ആണ്. ലെതർ കമ്പനി സീറ്റ് വരുന്നത്. അതെ അതെ അതെ. പിന്നെ ഓടിയതോ? ഓടിയത് 77,000 കിലോമീറ്റർ. അത്ര ഓടിയുള്ളൂ അല്ലേ? മോഡൽ ഏതായിരുന്നു പറഞ്ഞേ? 14. ഓക്കെ, 14 മോഡലാണ്. നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു യാത്രാസുഖം വേറെ ലെവലാണല്ലേ? ഇതിങ്ങനെ ഗിയർ ലാഗിംഗ് ഒക്കെ കാര്യമില്ലല്ലോ. അതല്ലേ 80 അല്ലേ വരുന്നത്? 80 ആണ് വരുന്നത്. അന്നത്തെ 80 അല്ലേ? ഇത് നമുക്ക് എന്താ വില? 5.4. 5.4 കൊടുക്കാം അല്ലേ? 14 വണ്ടി, അതും ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഇത് കിലോമീറ്റർ ജെനുവിനാന്ന് ഉറപ്പല്ലേ? ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ട്, കൊടുക്കാം. അടിപൊളി. പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതായത് ഇത്ര ക്വാളിറ്റി ഉള്ള വണ്ടിയൊക്കെ കിട്ടുന്നത് വളരെ റെയർ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഓട്ടോമാറ്റിക് വണ്ടി. അതുപോലെ തന്നെ ആ കിഡ് ആണെങ്കിലോ ബ്രോ? കിഡ് നമ്മൾ നേരത്തെ കണ്ടത് കിഡിന്റെ ഓട്ടോമാറ്റിക് തന്നെയാണ്. അതിന്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ് RX തന്നെയാണ്. ചെറിയൊരു വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ, മൈന്യൂട്ട് വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. അതെ. സ്ക്രീൻ വരുന്നത് തന്നെയാണ്. ക്യാമറ ചെയ്തിട്ടുണ്ട്. മോഡൽ 18 തന്നെയാ? 18 തന്നെയാണ്. 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 30,000 കിലോമീറ്റർ ആകും. ലോ കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്റർ. അതായത് 18 ലോ കിലോമീറ്റർ വണ്ടി വേണമെങ്കിൽ ഇതാ നോക്കിക്കോളൂ. നല്ല ഓട്ടോമാറ്റിക് ആണ്. അത് നമ്മൾ പറഞ്ഞല്ലോ, ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞല്ലോ. പിന്നെ വിലയോ? വില 360 സെയിം റേറ്റ് അല്ലേ? അത് നമുക്ക് മാക്സിമം നിങ്ങൾക്ക് കുറച്ചും തരും, മാക്സിമം ലോണും കിട്ടും. ഫുൾ ലോൺ ഉറപ്പായിട്ടും ചെയ്യാം. അതുപോലെ തന്നെ ന്യൂ ഷേപ്പിലൊരു 800 800 2021 VXi 21 ന്യൂ ഷേപ്പ് ആണ് കേട്ടോ. ന്യൂ ഷേപ്പ് VXi അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറിന്റെ ഫോട്ടോ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കണ്ടോ ബ്രോ? ആർക്കെങ്കിലും വേണമെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ അയച്ചു കൊടുക്കാം. വീഡിയോസ് വേണമെങ്കിൽ അത് എന്താ അറിയോ, ഈ ഒരു വീഡിയോയിലേക്ക് മാക്സിമം വണ്ടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ പറഞ്ഞു പോണത്. അപ്പോ ഇത് 21 പറഞ്ഞേ? 21 VXi സിംഗിൾ ഓണർ, കിലോമീറ്റർ 90,000 ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ഓടി അല്ലേ? അത്യാവശ്യം ഓടി. നല്ല മൈലേജ് ഉള്ളതുകൊണ്ട്. നല്ല മൈലേജ് ഉള്ളതുകൊണ്ട് ഓട്ടോ ഓടിയുണ്ട്. അതെ, അപാകതയൊന്നുമില്ലല്ലോ? ഒരു അപാകതയില്ല. സർവീസ് എല്ലാ സർവീസും അടിപൊളി. ഷോറൂമിൽ തന്നെ ഓതറൈസ്ഡ് ഡീലർഷിപ്പിലെല്ലാം സർവീസ്. വിലയോ? വില നമുക്ക് 340 കൊടുക്കാം. 340 21 വണ്ടി കൊടുക്കാം അല്ലേ? അത് VXi ആണ്, ഫുൾ ഓണും കൊടുക്കാം. അത് മാത്രമല്ല വലിയൊരു പ്രൈസ് ആണെന്ന് പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ നമ്മള് സാധാരണ ഒരു 70 അല്ലെങ്കിൽ ഒരു 80 കിലോമീറ്റർ ഓടിയ വണ്ടി ആണെങ്കിൽ ഒരു 375 ഒക്കെ സാധാരണ റേറ്റ് വരും. ഇതില് 4 പുതിയ ടയറുണ്ട്, അലോയ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ലോക്ക്, മറ്റേ ബ്ലൂടൂത്ത് സ്റ്റീരിയോ ഒക്കെ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. നല്ല വൃത്തിയുള്ള വണ്ടി നിങ്ങൾക്ക് ഫുൾ ഓണിൽ 1 രൂപ പോലും മുടക്കാൻ എടുത്തുകൊണ്ട് പോകാം. ഇനി നല്ല അടിപൊളി ഒരു അമേസ് കാണിച്ചു കേട്ടോ. അമേസ് ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഇത് ഏതാ മോഡല്? അമേസ് 2018 അല്ലേ? മോഡൽ. അടിപൊളി. ഇത് പണ്ട് ഡീസൽ അല്ല, പെട്രോൾ ഡീസലാണ്. ഡീസൽ, അതാണ് മെയിൻ. അതായത് നല്ല മൈലേജ് എന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് അല്ലേ? 24-25 മൈലേജ് ഉറപ്പല്ലേ? അതായത് ഈ ID ടെക് എഞ്ചിൻ ഹോണ്ടന്റെ നിർത്തിയത് വലിയൊരു അബദ്ധമായി. കാരണം ഈ ഡീസൽ വണ്ടി പിന്നെ മോഡൽ ഏതാ പറഞ്ഞ? 18 എത്ര ഓടിയിട്ടുണ്ട്? 78,000 കിലോമീറ്റർ. 78 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ഡീസലാണ്. 20 എബോ ഗ്യാരണ്ടി ആണ് മൈലേജ്. എസ് ആയിരിക്കും അല്ലേ? എസ് ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. 20 എബോ കൺഫേം ആണ്. ട്രാഫിക് കിട്ടും 20 എബോ അല്ലേ? ഹൈവേയിൽ 25 500 അടിച്ചാൽ അവിടെ കിടന്നുള്ളൂ. ശരി, അതെ, ഓടാണ്ടിരിക്കണം അവിടെ കിടക്കണമെങ്കിൽ. അങ്ങനല്ല, പക്ഷെ എന്നാലും നല്ല മൈലേജ് ഉണ്ട് കേട്ടോ, ഗ്യാരണ്ടി ആണ്. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. വിലയോ? വില നമുക്ക് 6.4. 6,75,000 നെഗോഷ്യബിൾ ആവൂലേ? എന്തെങ്കിലും മാറ്റം വരുത്താം. ഓൾമോസ്റ്റ് ഒരു 6.5 സുഖമായിട്ട് ലോൺ കയറും. ഒരു 25 to 50 ഉള്ളിൽ കൊണ്ടുവന്ന ഒരുവിധം എല്ലാ വണ്ടി ഇറക്കി ഡീസൽ അമേസ് വേണമെങ്കിൽ നോക്കിക്കോ. ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട. മിസ് ചെയ്തിട്ട് പിന്നെ തപ്പി ഇറന്ന ഒരു പക്ഷേ ഈ ക്വാളിറ്റി ഉള്ളത് പിന്നെ കിട്ടൂല അല്ലേ? അപ്പൊ എന്തായാലും ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് വേണ്ടവർക്ക് ഇതാ വീണ്ടും ഒരു സ്വിഫ്റ്റ് അല്ലേ? അതെ, ഇതെന്താ വെച്ചാലേ ഈ ലോ കിലോമീറ്റർ ചോദിച്ചു വരില്ലേ? ലോ കിലോമീറ്റർ 2020 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 7,000 ഓടിയിട്ടുള്ളൂ അല്ലേ? 2020 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതായത് നിങ്ങൾ ആലോചിക്കണം, 3-4 വർഷമായിട്ട് വെറും 7,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക്. VXi ഓട്ടോമാറ്റിക്. അടിപൊളി. ഓട്ടോമാറ്റിക് വണ്ടിയിൽ വളരെ ലോ കിലോമീറ്റർ ഉണ്ട്. ഇത് ക്യാമറ ഒരു ചെറിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ. സീറ്റ് കവർ ഒന്നും എന്താ പറയാ, കമ്പനി കൊടുത്ത എല്ലാ സാധനവും അതൊന്നും ഊരിയിട്ടില്ലല്ലോ? അതൊന്നും. ഓക്കെ, ബാക്കി വെച്ചതൊക്കെ പിന്നെ അഡീഷണൽ നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ട് നിങ്ങൾ എടുത്തോ. അപ്പൊ എന്തായാലും 20 വണ്ടി 7,000 കിലോമീറ്റർ ഓടിയത് എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒരു അപാകതയില്ല. ഒന്നുമില്ല അല്ലേ? ചോദിക്കുന്ന മര്യാദ അല്ല, എന്നാലും ചോദിച്ചേ ഉള്ളൂ. ഓക്കെ, എന്താ വില? റീപ്ലേസ്മെന്റിനുള്ള സമയമായിട്ടില്ല. വില നമുക്ക് 6,70,000 6,70,000 രൂപയ്ക്ക് കൊടുക്കാം. 20 മോഡല് ഓട്ടോമാറ്റിക് AMT, വളരെ ലോ കിലോമീറ്റർ. ഓക്കെ, ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട. ഇത്രയും ലോ കിലോമീറ്റർ 20 മോഡൽ വണ്ടിയൊക്കെ എനിക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ ഇത് വെൻഡോ 2017 മോഡൽ. 17 ആണ്. എന്താ വെച്ചാൽ 1.2 TSI GTയുടെ സെയിം സ്പെക് ആണ്. 1.2 ആണ്. DSG 7 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. DSG വരുന്നത് പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. അടിപൊളി. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത്. അപാകതകൾ റീപ്ലേസ് ഒന്നുമില്ല.
ഇത് 1.2 ആയതുകൊണ്ട് മോശമില്ലാത്തൊരു മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടൂല. ജിടിയുടെ ലെവൽ തന്നെ പോളോയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോളോയില് ബാക്ക് സീറ്റിൽ കുറച്ച് സൗകര്യ കുറവുണ്ടാവും. അത് ഇത് പരിഹരിച്ചു തരും. പക്ഷേ ഇതാകുമ്പോൾ കുറച്ച് നീളം കൂടും. സെഡാനാണ്, അപ്പൊ സെഡാന്റെ കംഫർട്ട് കിട്ടും അല്ലേ? അതേ പെർഫോമൻസിൽ ഈ വണ്ടി ഉപയോഗിക്കാം. ബാക്ക് സീറ്റും ഒന്നുകൂടി സൗകര്യത്തിൽ യൂസ് ചെയ്യാം. 17 വണ്ടി. 17. ഓട്ടം 1 ലക്ഷം. 1 ലക്ഷം ഓടി അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് നല്ല സുഖമായി സാധനം ഓടിച്ചു പോകാൻ അല്ലേ? അടിപൊളിയാത്തൊരു മൈലേജ് ഉണ്ടാവും. കുഴപ്പമില്ലാത്തൊരു മൈലേജ് ഉണ്ടാവും. 15 ഒക്കെ കിട്ടൂലേ? 14 ഹൈവേലൊക്കെ ഒരു 14, 15 ആ റേഞ്ച് കിട്ടും. ഓക്കെ, കാരണം ഇത് 1.2 ആയതുകൊണ്ട് 1.6 ആണെങ്കിൽ ഒരു 10, 12 ഒക്കെ മാക്സിമം പ്രതീക്ഷ മതി. ഓക്കെ, ഇതിപ്പോ വില കൂടി കേട്ടെ, വില എത്രയാ? 6.5 ലക്ഷം. 6.50. 6.5. സാധാരണ ഒരു പോളോയ്ക്ക് കൊടുക്കുന്ന പൈസ കൊടുത്താ അല്ലേ ഈ മോഡലിൽ ഒരു ജിടിക്ക് കൊടുക്കുന്ന പൈസ? ജിടിക്ക് ഇതിലും കൂടുതൽ വില വരുമെന്ന് ജിടിക്ക് കൂടുതൽ വരും. കാരണം ജിടി കുറച്ചൊരു മാർക്കറ്റ് ഉണ്ട്. ഒരു 7 അബോ വരാൻ സാധ്യതയുണ്ട്. സെയിം പെർഫോമൻസിൽ ബാക്ക് സീറ്റ് കുറച്ചുകൂടി സൗകര്യത്തിൽ വരും. അത് മാത്രമല്ല ലാവശ്യമായിട്ട് കിടന്ന് നിവർന്ന് അങ്ങ് പോവാ അല്ലേ? കാലൊക്കെ കറക്റ്റ് വെക്കാം. മറ്റേ കാല് വെക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ? അതെ. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോട്ടെ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇപ്പൊ എന്തായാലും നമ്മളെല്ലാം കാണിച്ചു. ഇപ്പൊ ഡിസൈർ കാണിച്ചില്ലെന്ന് ആരും പരാതി പറയണ്ട. നല്ല റെഡ് കളറിലാണ് അടിപൊളി ഒരു ഡിസൈർ കാണിച്ചത്. മോഡൽ ഏതാ? 14 VDI ആണ്. 14 VDI ആണല്ലേ? ഓ, ഇതിനകത്ത് അലോയ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള 1,07,000 കിലോമീറ്റർ എന്താ ഓടിയുള്ളത്. ഡീസലാണ്, വലിയൊരു ഓട്ടം എന്ന് പറയാനില്ല അല്ലേ? 14 പിന്നെ അപാകത ഉണ്ടോ? ഒരു അപാകത ഇല്ല. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. അലോയ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ ഒക്കെ പക്കല്ലേ? പക്ക കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, വിലയോ? വില 4.4, 4.20. 14 വണ്ടിക്ക് അല്ലേ? 14 വണ്ടിയിൽ ബാറ്ററി പുതിയ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോ, വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്ത് അഴിച്ച് പെറുക്കി നോക്കിയിട്ടൊക്കെ എടുത്തായി അല്ലേ? എന്ത് സൗകര്യം നമുക്ക് ചെയ്ത് കൊടുക്കാം. അടിപൊളി. ഇനി ഇതാ നിയോസ് പുത്തൻ വണ്ടിയാണെങ്കിലോ? 2021 വണ്ടി. 21 രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള 47,000 കിലോമീറ്റർ ഓടിയുള്ളത്. നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. നല്ല വൃത്തിയുണ്ട്. അങ്ങനെ അപാകതകളൊന്നും ഇല്ല. അതിന്റെ വൃത്തിയാണ്. അതെ. പിന്നെ എന്തായാലും കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. 47,000 ഓടിയിട്ടുള്ളൂ. അതെ. പിന്നെ ഇതൊക്കെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. കുഴപ്പമില്ലാത്ത മൈലേജ് ഉണ്ട്. ഇത് 2021 പിന്നെ അത്യാവശ്യം നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഇത് വേരിയന്റ് സ്പോർട്സാ? ഇത് മാഗ്നയാണ്. എന്നിരുന്നാലും ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? അത്യാവശ്യം സ്പെക്ക് വരുന്നതാണല്ലേ? ഓക്കെ, വിലയോ? 5 ലക്ഷം. 5 ലക്ഷം രൂപ. അതായത് 21 മോഡല് മാഗ്ന 5 ലക്ഷം രൂപ. 47,000 രൂപ രണ്ടാമത്തെ ഓണർ. അടിപൊളി. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇത് കാണിച്ചു കൊടുത്താലോ? അതായത് ഇത് കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ഒറിജിനൽ കേരള. റയർ പീസ് അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല മുത്ത് പോലെ ഉണ്ട്. ഈ വീഡിയോയിൽ ശരിക്കും ഈ ഡുവൽ ടോൺ വരുമോ? ഡുവൽ ടോൺ വരും, ഡയമണ്ട് കട്ട് വരും. VXD കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടാവില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവില്ല അല്ലേ? ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഓട്ടം പറയട്ടെ, ഓട്ടം 82,000 കിലോമീറ്റർ ഓടിക്കും. അടിപൊളി. 77,000 80,000 സർവീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടി കിട്ടാൻ പാടാണ്. ഷോറൂം സർവീസ് ആണ്. പ്രോപ്പർ ആണ്. അപാകത ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാത്രം ഷോറൂമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ ആയിട്ട് ഗ്ലാസ് മാറിയിട്ടില്ല, ബോണറ്റ് മാത്രം. ഓക്കെ, ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 25 മൈലേജ്. കംപ്ലൈന്റും ഇല്ല, തല്ലിക്കൊന്നാ ചാവാത്തൊരു എഞ്ചിനും. അതെ. വിലയോ? വില നമുക്ക് 7.15. മോഡൽ ഏതായിരുന്നു? 19 അല്ലേ? 19 വണ്ടി ആയതുകൊണ്ട് തന്നെ 7.15 വലിയ വിലയാന്ന് ഞാൻ പറയില്ല. 8 കാലൊക്കെ ചോദിക്കുന്നുണ്ട്. സിംഗിൾ ഓണർ ആണ്, ഓട്ടം കുറവാണ്, ഒറിജിനൽ കേരളമാണ്, 19 മോഡൽ ഉണ്ട്. ചെറിയൊരു പൈസ കുറച്ച് കിട്ടും. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കൊടുക്കും അല്ലേ? ഫുൾ ടാങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും പിന്നെ ഇനിയിപ്പോ നമ്മുടെ വാലന്റൈൻസ് ഡേ ഒക്കെ വരുമ്പോഴേ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കൊടുക്കുക. എവിടെ ഗോവയ്ക്കൊക്കെ പോയിട്ട് വരട്ടെ, പിള്ളേര് പോയിട്ട് കറങ്ങിട്ട് വരട്ടെ. അതെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയിലേക്ക് പോകും. ലാസ്റ്റ് വണ്ടി അല്ല, ലാസ്റ്റിന്റെ മുമ്പുള്ള വണ്ടി അല്ലേ? ഓക്കെ, മൈക്രയാണ്, ആക്റ്റീവ് ആണ്. ഏതാ മോഡല്? മൈക്ര 2017 പെട്രോൾ എക്സൽ ആണ്. 17 പെട്രോൾ എക്സൽ അല്ലേ? മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. അതായത് ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞ വേരിയന്റിൽ പെട്രോളേ ഉള്ളൂ. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല ഫുൾ ഓപ്ഷനിലാണെങ്കിലും. ഇതെന്തായാലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയാണ് വണ്ടി. മാനുവൽ തന്നെ അല്ലേ? മാനുവൽ. റീപ്ലേസ്മെന്റോ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് അപാകതകളൊന്നും. മോഡൽ 17 സിംഗിൾ ഓണർ. ഓടിയത് 80,000 കിലോമീറ്റർ. 80 അല്ലേ? ഓക്കെ, നമ്മുടെ സാധാ സ്വിഫ്റ്റിന്റെ അതേ സ്പെക്ക് അല്ലേ? അതേ സ്പെക്ക് 1.2 തന്നെ. നല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉപയോഗിക്കാൻ സുഖം ഇതാണ്. കുറച്ച് ചെറുതാണ് അല്ലേ? നല്ല പവറും ഉണ്ട്. പവറും പെർഫോമൻസ്. ഓക്കെ, 17 വണ്ടി ലോ കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പറയണ്ട. ആവറേജ് കിലോമീറ്റർ. അതെ. വില 3.5 ലക്ഷം. 3.5 ലക്ഷത്തിന് കൊടുക്കുക അല്ലേ? ആലോചിക്കണം, 17 വണ്ടിയാന്ന് ആലോചിക്കണം അല്ലേ? 17 മോഡലാണ് നിങ്ങൾക്ക് 3.5 ലക്ഷത്തിന് വരുന്നത്. ഓൾമോസ്റ്റ് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ മോട്ടോർ വേൾഡിലെ വണ്ടികളൊക്കെ? സംഭവം അടിപൊളിയല്ലേ? നിങ്ങൾ നേരെ ഇങ്ങ് പോരാ. നിങ്ങളുടെ പ്രൊഫൈല് പക്കയാക്കുക. ബസ്സുകാരെ കൊണ്ട് രക്ഷയില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈല് പക്കയാക്കി വരിക. പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റപ്പ് ആക്കി കൊണ്ടുവന്നതിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു വണ്ടി ഇവിടുന്ന് തന്നുവിടും.
പിന്നെ നമ്മളിപ്പോൾ കാണിച്ചല്ലോ ഒരുവിധം വണ്ടികളൊക്കെ ശരിക്കും പറഞ്ഞ ഒരു പുത്ത കണ്ടീഷൻ തന്നെയാണ്. നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികളാണ്. വളരെ വളരെ ലോ കിലോമീറ്റർ വണ്ടിയുണ്ട്. ഓട്ടോമാറ്റിക്, പെട്രോൾ, മാനുവൽ, ഡീസൽ എല്ലാ സാധനവും ഉണ്ടല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്കിന് അതിൻ്റെ കുറവ് വേണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും എക്സാക്ട് ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുക്കും. നമ്മൾ എടപ്പാളിലെയും ചാങ്ങരോളത്തിന്റെ ഇടയിലാണ്. എടപ്പാളിന്ന് ചാങ്ങരോളം പോണ വഴിയിൽ ചാങ്ങരോളം എത്തുന്നതിന്റെ 1 കിലോമീറ്റർ മുന്നേ മാന്തളം എന്നാണ് സ്ഥലത്തിന്റെ എക്സാക്ട്. മാന്തളം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ അവിടുന്ന് പോകുമ്പോൾ തൃശ്ശൂരേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുമല്ലോ, ഷോറൂം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്പർ വെച്ചിട്ടുണ്ട്, വിളിച്ചോളൂ. ഏതെങ്കിലും വണ്ടിയുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, മോട്ടോ വേൾഡ് പ്രീ ഓൺഡ് എന്നുള്ള. ഉണ്ടല്ലേ? അതിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ പുതിയ അപ്ഡേറ്റ്സ് കാണാൻ പറ്റും. വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ലൊക്കേഷൻ, അതുപോലെ വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസ്, അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ എടുക്കുന്നതിന്റെ വീഡിയോ, അങ്ങനെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതാ ഞാൻ ചുരുക്കി പറഞ്ഞത്, അതായത് നിങ്ങൾക്ക് ഇവിടെയുള്ള എന്ത് ഡീറ്റെയിലും നിങ്ങൾ ജസ്റ്റ് ആ നമ്പർ, ഞാൻ ഈ വീഡിയോയിൽ വെച്ചുള്ള നമ്പറിൽ വിളിച്ചോ, ഫോട്ടോസോ വീഡിയോസോ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ചിലപ്പോൾ 1-2 കോളോ അല്ലെങ്കിൽ കസ്റ്റമർ ഡീൽ ചെയ്യുന്ന ടൈം ആണെങ്കിൽ ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കൊടുക്കാം അല്ലേ? അപ്പോൾ ഏതാണോ വണ്ടി വേണ്ടത് ആ വണ്ടീന്റെ പേര് വേണ്ടത്, i20 വേണം, അതിന്റെ ഫോട്ടോ അയക്കുന്നു പറഞ്ഞിട്ട് അങ്ങ് അയച്ചാൽ മതി അല്ലേ? അതിന് മാത്രം അയച്ചിട്ട് പിന്നെ ഫോട്ടോ കിട്ടില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ വെച്ചിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ആണ്. അടുത്തൊരു കിഡിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും